കിഡ്സ് മലയാളം ചാനലിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് KPSTA സ്വദേശ് മെഗാ ക്വിസ് 2024 പൊതുവായ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ക്വിസിൽ പ്രധാനമായും വരിക. അപ്പോൾ നമുക്ക് ക്വിസ് നോക്കാം. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അനുയായികളാണ് ചെങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനുള്ള ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കിയാലോ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? ഉത്തരം 1917. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതെന്നാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് നിങ്ങൾക്ക് ഉത്തരമറിയാമോ? ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഉത്തരമറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. ഇതിനുള്ള ശരിയായ ഉത്തരം 1920 ഔദ്യോഗികമായ നിർണയങ്ങൾ പ്രകാരം ദേശീയഗാനം ചൊല്ലിത്തീരേണ്ട സമയം എത്രയാണ് എന്നതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം നോക്കിയാലോ? 52 സെക്കൻഡാണ് നമ്മുടെ ദേശീയഗാനം ചൊല്ലിത്തീർക്കേണ്ട സമയം. ജനഗണമനയുടെ ഈണം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരമറിയാമെങ്കിൽ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും. ശങ്കരാഭരണം രാഗത്തിലാണ് ദേശീയഗാനത്തിന്റെ ഈണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഏതാണെന്നാണ് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരമറിയാമോ? ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം. 1919 ശരിയായിട്ടുള്ള ഉത്തരം. വൈഷ്ണവ ജനതോ തേനെ കാഹിയേസെ എന്ന ഗാനം എഴുതിയത് ആരാണ്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വൈഷ്ണവ ജനതോ തേനെ കാഹിയേസെ എന്ന ഗാനം എഴുതിയത് ആര്? ഉത്തരം നരസിംഹ മേത്ത. അപ്പോൾ നമുക്കിനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്നും വിട്ടുനിന്ന പ്രമുഖ സംഘടനകൾ ഏതൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നോക്കിയാലോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ എന്നിവരാണ് ഇതിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറന്നുപോകരുത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ആരാണ് എന്നതാണ് നമ്മുടെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത ആദ്യത്തെ വ്യക്തി ആരാണ്? ഉത്തരം നോക്കാം. വിനോബ ഭാവെയാണ് ഉത്തരം. 1947 മൗണ്ട് ബാറ്റൻ പ്രഭു അവതരിപ്പിച്ച വിഭജന പദ്ധതി എന്നറിയപ്പെടുന്നത് എന്താണ്? മൗണ്ട് ബാറ്റൻ പ്രഭു അവതരിപ്പിച്ച വിഭജന പദ്ധതി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നതാണ് അതിന്റെ പേര്. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ചെങ്കോട്ടയുടെ ഏത് കവാടത്തിലാണ് എന്നതാണ് നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയുടെ ഏത് കവാടത്തിലാണ് ദേശീയ പതാക ഉയർത്തിയത്? ലാഹോറി ഗേറ്റിലാണ് ദേശീയ പതാക നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിയത്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഷെഹനായി കളിച്ചത് ആരാണ് എന്നതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അന്ന് ഷെഹനായി കളിച്ചത് ആരാണ് എന്നറിയണ്ടേ? ബിസ്മില്ല ഖാനാണ് 1947 സ്വാതന്ത്ര്യ ദിനത്തിൽ ഷെഹനായി കളിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇന്ത്യയുടെ ആദ്യ ഫീൽഡ് മാർഷൽ പദവി ആർക്കാണ് ലഭിച്ചത് എന്നാണ് നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ. സാം മനേക്ഷായ്ക്കാണ് ആദ്യമായി ആ പദവി ലഭിച്ചത്. ഇന്ത്യയുടെ
ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ് എന്നതാണ് നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ. 1951 ഇത് ആരംഭിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO രൂപീകരിച്ച വർഷം ഏതാണ്? 1969. ബാലഗംഗാധര തിലകുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കേസരി എന്ന പ്രസിദ്ധീകരണം വിടുകയും സുധാരക് എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തത് ആരാണ്? ഉത്തരം നോക്കാം. ഗോപാൽ ഗണേഷ് അഖാർക്കർ ആണ് ഉത്തരം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഗുജറാത്തികളുടെ സംഘടനയായ ഗുർജൻ മഹാസഭ ഗാന്ധിജിക്കൊരു സ്വീകരണം നൽകി. ബോംബെയിലെ മംഗൾദാസ് ഹൗസിലെ പൂന്തോട്ടത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സ്വീകരണത്തിൽ അധ്യക്ഷനായത് ഗുർജൻ സഭയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്നു. പിൻകാലത്ത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ആഴമേറിയ മുറിവുകൾ നൽകിയ ഈ വ്യക്തി ആരായിരുന്നു എന്നതാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. ഉത്തരമറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതിനുള്ള ഉത്തരം മുഹമ്മദ് അലി ജിന്ന ആണ്. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ് എന്നതാണ് നമ്മുടെ 19ാമത്തെ ക്വസ്റ്റ്യൻ. കീഴരിയൂർ ബോംബ് കേസാണ് ശരിയായിട്ടുള്ള ഉത്തരം. കസ്തൂർബ മഹിളാ ഉദ്യാൻ സ്ഥാപിച്ചത് ആരാണ്? സരള ബെന്നാണ് ഇത് സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ്. ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? തുർക്കിയാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏതാണ് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരം നോക്കാം. കുങ്കുമമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ ആരുടെ ഉത്ബോധനമാണ് ഇത്? ഉത്തരം നോക്കാം. ഡോക്ടർ BR അംബേദ്കർ. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ്? VD സവർക്കർ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി. ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്നെനിക്കറിയാം. 1941 ജനുവരി 15 AICC മുമ്പാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചാണ്? ജവഹർലാൽ നെഹ്റുവിനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? AO ഹ്യൂം. ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആരാണ്? റാണി ഗൈഡിൻ ലിയു. ഈ അവധിക്കാലത്ത് ഒരു 10 മിനിറ്റ് മാറ്റിവെച്ചാൽ സ്വദേശ് മെഗാ ക്വിസിൽ ഉന്നത വിജയം നിങ്ങൾക്കും കരസ്ഥമാക്കാം. അപ്പോൾ തയ്യാറല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.